അനുമോളും ഒനിയിലും അഭിലാഷും തമ്മിലുള്ള സംസാരം കേട്ടോ. അപ്പം അനുമോൾ പറയുന്നുണ്ട്, എന്നെ ജെനുവിനായിട്ട് അല്ലെങ്കിൽ എനിക്ക് ജെനുവിനായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ റിലേഷൻ വേണമെന്ന് തോന്നിയ രണ്ട് വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ അവരും അതേപോലെ തിരിച്ച് പറയുന്നുണ്ട്, അനുമോളെ നീ പുറത്തിറങ്ങി നീ വീഡിയോ കാണുമ്പോൾ പലരുടെയും വീഡിയോ കാണുമ്പോൾ നീ തോന്നും കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ ഇതൊക്കെ ചെയ്തിട്ട് എൻ്റെ മുൻപിൽ വന്നിരിക്കാൻ. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ നിനക്കത് തോന്നത്തില്ല, അത് 100% ഉറപ്പാണ്. അത്രമേൽ നിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനുമോളെ എന്നുള്ള രീതിയിൽ ഒണിയിലും അഭിലാഷും പറയുന്നുണ്ട്. അവർ വന്നിടം തൊട്ട് ആ ഒരു സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. പലരും പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴും അനുമോളുടെ ഭാഗത്തും ശരിയുണ്ട് എന്നുള്ള രീതിയിലാണ് ഒനിയിലും അഭിലാഷും സംസാരിച്ചിട്ടുള്ളത്. അനുമോളുടെ അടുത്ത് പറയാണ്, പല കാര്യങ്ങളും നമ്മൾക്ക് ഗെയിമിൽ സംഭവിച്ചിട്ടുണ്ടാകാം, അതൊക്കെ നീ മറക്കണം, ഗെയിമിൻ്റെ ഭാഗമായിട്ട് മാത്രമേ എടുക്കാവൂ. നിൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ ആദിലയും നൂറയും, അപ്പം നീ അതൊക്കെ മറക്കണം എന്ന് പറയല്ല. പക്ഷെ നിനക്ക് മറക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ, അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് നിനക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ, കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലേ നെഗറ്റീവായിട്ട്, അതിൽ കുറച്ച് നല്ല കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ചീത്ത കാര്യങ്ങൾ നിനക്ക് ഉപേക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ ഇട്ടേച്ച് പോകണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. നീ ഇരിക്കുന്ന പൊസിഷൻ ഇവിടെയുള്ള എല്ലാവരും കൊതിച്ചിട്ടുള്ള പൊസിഷനാണ്. 100 ദിവസം കഴിഞ്ഞിട്ടേ നീ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തുള്ളൂ. കപ്പ് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ നീ 100 ഡേയ്സ് ഇവിടെ തികയ്ക്കും. അത് പലരും ആഗ്രഹിച്ച ആ പൊസിഷനാണ്. ആസ് എ ഗെയിമർ ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നതാണ് നിൻ്റെ ഒരു വിന്നറിൻ്റെ ക്വാളിറ്റി. നീ ഒരു വിന്നറാണ്, 100 ഡേയ്സ് നിൽക്കുമ്പോൾ നീ ഒരു വിന്നറാണ്. അപ്പം നിൻ്റെ ഒരു ക്വാളിറ്റിയിൽ നീ കാണിക്കേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗെയിമിനകത്ത് നടന്ന കാര്യങ്ങളെല്ലാം ഗെയിമിൽ തന്നെ ഉപേക്ഷിച്ച് പോകുന്നതാണ് നല്ലത് എന്നുള്ള രീതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് കേട്ട് അനുമോൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുകയാണ്, എന്നാൽ ഞാൻ ആദിലയെടുത്തും ശൈത്യയെടുത്തും നൂറയെടുത്തും മിണ്ടാം. എൻ്റെ പൊന്നനുമോളെ, നീ അത് മാത്രം ചെയ്യരുത്, അത് നിന്നെ ചതിക്കും. അതിനെക്കാട്ടി വലിയ പാപമൊന്നും ഇനി നീ ചെയ്യാൻ കാണത്തില്ല. ബിക്കോസ് അത്രയും ക്രൂവലായിട്ടുള്ള രണ്ടാൾക്കാർ, നീ ശൈത്യയെടുത്താണെങ്കിൽ മിണ്ടിക്കും, പക്ഷെ ആദിലെ നൂറയുടെ അടുത്ത് മിണ്ടരുത്. ഇത്രയും ഒന്നിനെ പോലെ രണ്ട് നിറം മാറുന്ന രണ്ടാൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഇതെൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റാണ്. ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ മസ്താനിയാണ് ഏറ്റവും കൂടുതൽ ഹേർട്ടായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയൊരു വ്യക്തി. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവൾ ആരോടും മിണ്ടരുത്, പക്ഷെ അവൾ എല്ലാവരോടും മിണ്ടുന്നില്ല. അതേപോലെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ആദ്യത്തെ 4 ആഴ്ച ഇറങ്ങിപ്പോയവരാണ് പിന്നെയും വന്ന് ഗെയിം കളിക്കുന്നത്. അവർക്ക് ഈ ബന്ധങ്ങളൊന്നും ഇല്ല, കാരണം അവർക്കൊരു ബോണ്ടിങ് ഉണ്ടായിട്ടില്ല. അവർ വന്നു, പിറ്റേ ആഴ്ച അവർ ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോയി. അപ്പം അവരാണ് ഈ കിടന്ന് ഗെയിം കളിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക്. എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് മിക്കവാറും അനുമോൾ മിണ്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മിണ്ടും എന്നുള്ളൊരു തയ്യാറെടുപ്പ്, ഒരു പ്ലാനിങ്ങോട് കൂടിയൊക്കെ അനുമോൾ ഇരിക്കുന്നത്. അവർ രണ്ടുപേരും നല്ല രീതിക്കാണ് അനുമോളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇനിയിപ്പം പക്ഷേ പുറത്തിറങ്ങുമ്പോഴേ അനുമോൾക്ക് ഇവരുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കത്തുള്ളൂ. മിണ്ടരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അനുമോൾ മിണ്ടി എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തിട്ട് പോകുന്നെങ്കിൽ നല്ലത്. പക്ഷേ അതിൻ്റെ പേരിൽ അനുമോളോട് മിണ്ടി എന്നുള്ള പേരിൽ പലപ്പോഴും അതിലെ നൂറേയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുറത്തുള്ള ആൾക്കാർ. പക്ഷേ ഇനി അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.